Hi friends, നമ്മൾ ഇന്ന് ഈ വീഡിയോയുടെ നോക്കാൻ പോകുന്നത് വാട്സാപ്പിൽ വന്ന ചെറിയൊരു അപ്ഡേറ്റിനെ പറ്റിയാണ്. ചെറിയൊരു അപ്ഡേറ്റ് ആണെങ്കിൽ പോലും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ വാട്സാപ്പിൽ വന്ന ആ ഒരു ചെറിയ യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി അപ്ഡേറ്റ് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് വാട്സാപ്പ് ഓപ്പൺ ചെയ്യാം. നമുക്കറിയാം വാട്സാപ്പിലൂടെ ആർക്കെങ്കിലും നമുക്ക് മെസ്സേജുകൾ അയക്കാൻ സാധിക്കും അല്ലേ? അതുപോലെ ഗ്രൂപ്പിലൊക്കെ നമുക്ക് ഇതുപോലെ എന്തെങ്കിലും മെസ്സേജസ് ഒക്കെ അയക്കാൻ സാധിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു മെസ്സേജ് നമ്മൾ ആർക്കെങ്കിലും അയക്കുമ്പോൾ അതൊന്നും മാറിപ്പോയെന്നിരിക്കട്ടെ. അപ്പം ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോട്ട് അയക്കാൻ ഇരുന്ന മെസ്സേജ് ചിലപ്പോൾ മാറി മറ്റൊരു ഗ്രൂപ്പിലോട്ടോ അല്ലെങ്കിൽ മറ്റേ വ്യക്തികൾക്കോ അയച്ചെന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് ഡിലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പം നമ്മൾ മാറി അയച്ച ആ ഒരു മെസ്സേജ് നമുക്ക് വേണമെങ്കിൽ അത് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് ഡിലീറ്റ് ചെയ്യാന്നുള്ളത് വേണ്ട ഇവിടെ നമുക്കറിയാം. ആ ഒരു മെസ്സേജ് ഇതുപോലെ ലോങ് പ്രസ് ചെയ്തിട്ട് മുകളിൽ കാണുന്ന ഡിലീറ്റ് എന്നത് ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ഫോർ എവരിവൺ എന്ന് കൊടുക്കണം. ഇപ്പം ഇവിടെ ഡിലീറ്റ് ഫോർ എവരിവൺ എന്നത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അയച്ച മെസ്സേജ് മറ്റേ ആ ഒരു വ്യക്തി കാണുന്നതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പം വെപ്രാളത്തിൽ ചിലപ്പം ഡിലീറ്റ് ഫോർ എവരിവണ്ണിന് വരെ നമ്മൾ ഡിലീറ്റ് ഫോർ മീ എന്ന് കൊടുത്തെന്നിരിക്കട്ടെ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ ഡിലീറ്റ് ഫോർ മീ എന്ന് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു മെസ്സേജ് ഇവിടെ നിന്ന് ഡിസപ്പിയർ ആവുന്നതായിരിക്കും, അപ്രത്യക്ഷമാവുന്നതായിരിക്കും. നമ്മുടെ ചാറ്റിൽ നിന്ന് അത് അപ്രത്യക്ഷമാവുന്നതായിരിക്കും. എന്നാൽ മറ്റേ വ്യക്തിയുടെ ആ ചാറ്റിൽ നിന്ന് ആ ഒരു മെസ്സേജ് മായെത്തൂല്ല, അവർക്കത് കാണാനും സാധിക്കും. അപ്പം ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു അപ്ഡേറ്റ് ആണ് ഇത് ഇപ്പം വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മെസ്സേജ് ഇതുപോലെ മാറി അയച്ചു, ഇനി നമ്മൾ അറിയാതെ ഡിലീറ്റ് ഫോർ മീ എന്ന് കൊടുത്തു എന്ന് ഇരിക്കട്ടെ. അപ്പം ഡിലീറ്റ് ഫോർ മീ എന്ന് കൊടുക്കുമ്പോൾ അതാണ്ട് ഇവിടെ നമുക്ക് മെസ്സേജ് ഡിലീറ്റ് ഫോർ മീ എന്നത് അൺഡു എന്നൊരു ഓപ്ഷനുണ്ട്. അപ്പം ആ ഒരു മെസ്സേജ് നമുക്ക് അൺഡു ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ നമ്മൾ അറിയാതെ ഡിലീറ്റ് ഫോർ മീ എന്ന് കൊടുത്തിട്ടുള്ള മെസ്സേജ് നമുക്ക് അൺഡു ചെയ്യാൻ സാധിക്കുകയാണ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ഫോർ മീ എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അൺഡു എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു മെസ്സേജ് തിരിച്ച് ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ അറിയാതെ ഡിലീറ്റ് ഫോർ മീ എന്ന് കൊടുത്ത്, അതായത് ഡിലീറ്റ് ഫോർ എവരിവൺ എന്നതിന് പകരം ഡിലീറ്റ് ഫോർ മീ എന്ന് കൊടുത്ത് നമ്മുടെ ചാറ്റിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ ആ ഒരു മെസ്സേജ് നമുക്ക് അൺഡു ചെയ്ത് വളരെ വേഗത്തിൽ അതിനെ തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പം ഒരു 7 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ഇത് അൺഡു ചെയ്ത് എടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ 7 മിനിറ്റിനുള്ളിൽ നിങ്ങൾ അൺഡു എന്ന് കൊടുത്ത് ആ ഡിലീറ്റ് ഫോർ മീ എന്ന മെസ്സേജ് തിരിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഇവിടെ നിന്ന് ഡിലീറ്റ് ഫോർ എവരിവൺ എന്ന് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഡിലീറ്റ് ഫോർ എവരിവൺ എന്ന് കൊടുക്കുമ്പോൾ മറ്റേ ആ ഒരു വ്യക്തിയുടെ ചാറ്റിൽ നിന്നും ഇത് ഡിലീറ്റ് ആവുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ ബീറ്റാ വെർഷനിൽ വന്നിട്ടുണ്ട്. ആ അപ്ഡേറ്റ് ലഭിക്കാൻ വേണ്ടി നിങ്ങൾ വാട്സപ്പിൻ്റെ ബീറ്റാ വെർഷൻ ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.